എവരി വൺ വെൽക്കം ബാക്ക്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞതും അറിഞ്ഞില്ല. നാളെ സ്കൂൾ ഓർക്കാണല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കല്ല എല്ലാവരും. പക്ഷേ ഒരു കാര്യമല്ല, സങ്കടപ്പെട്ട സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിന് പകരം 2025 ഒരു അടിപൊളി കലണ്ടർ ഉണ്ടാക്കാം. ആക്ച്വലി ഇത് ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെയാണ്. പക്ഷേ കുഴപ്പമില്ല, ആ വീഡിയോയും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഈസി എന്ന് വെച്ചാൽ അത് വെച്ചിട്ടുണ്ടാക്കിക്കോ. 10 ദിവസം വെറുതെ കളഞ്ഞെന്നുള്ള സങ്കടം വേണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു കലണ്ടറെങ്കിലും ഉണ്ടാക്കി എന്ന് പറയാലോ. ഐവറി ഷീറ്റോ A4 ഷീറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാൻ. കുറച്ച് കട്ടി ഉണ്ടായാൽ നല്ലതാണ്. അതിനത് ഇതുപോലെ 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ആക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഒരു സൈസ് എടുത്തുകൊണ്ട് 4 പീസസ് ആക്കിയിട്ടുണ്ട് ഒരു പേപ്പറിന്. എന്നിട്ട് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തു. എന്നിട്ട് അതിൽ നമ്മുടെ കലണ്ടർ എഴുതുകയാണ് കേട്ടോ. ഫസ്റ്റ് മന്ത് ജനുവരി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതാൻ ഞാൻ എന്ന് യൂസ് ചെയ്യുന്ന പോലെ ബ്ലാക്ക് ജെൽ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് എഴുതി കൊടുക്കുക. പിന്നെ ബോർഡറിൻ്റെ ഉള്ളിൽ കളർ എടുത്ത് പറയാൻ മറന്നുമില്ലേ, അത് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് കളർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പെൻസിൽ കളേഴ്സോ ക്രയോൺസ് ആയാൽ അതിൽ എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു വാട്ടർ കളർ ആയിരിക്കും. പിന്നെന്താ, എപ്പോഴും പറയുന്ന പോലെ ഡേറ്റ് എഴുതുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് തെറ്റാണ്ട് എഴുതുക. 2025 കലണ്ടറിന് എഴുതണം, നമ്മളെ വക ഉണ്ടാക്കിയിട്ടൊന്നും എഴുതരുത്. കുറച്ച് ഡേയ്സ് മുൻപേ ഒരു കലണ്ടർ ഉണ്ടാക്കി, വീണ്ടും എന്താ കലണ്ടറായിട്ട് വന്നിരിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അത് ഞാൻ ഒരു 5-6 മണിക്കൂർ ഇരുന്ന് ഉണ്ടാക്കിയൊരു പണിയാണ്. അതാണ് നിങ്ങൾ ഒരു 4-5 മിനിറ്റിൽ കണ്ടത്. അത്രയും മെനക്കെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് എന്നോട് ഒരാൾ തരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ എന്തോ ഒരു ഇടങ്ങാറ്. അപ്പോൾ എന്നാൽ ഞാൻ വേറൊരു കലണ്ടറിന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല വീഡിയോ എന്തെടുക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ പിന്നെ സമയം സന്ദർഭമൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഒന്നും വേണ്ട, ഈ ഒരു കലണ്ടർ ഉണ്ടാക്കി കൊടുക്കലായി വീഡിയോ എടുക്കലായി എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഈ ഒരു വീഡിയോ. പക്ഷേ മറ്റേതിനെക്കാട്ടിലും സിമ്പിൾ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി കാണുക കേട്ടോ. അങ്ങനെ കലണ്ടേഴ്സൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഗ്രിഡ് ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം കളർ വെച്ചിട്ട്. പിന്നെ നമ്മളിതേ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്യുന്നതും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോർഷൻ വിടുക, എന്നിട്ട് കട്ട് ചെയ്താൽ ഒരു ക്യൂട്ടായിരിക്കും. ഇനി സ്റ്റിക്കേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പിൻട്രസ്റ്റ് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഫോട്ടോസ് കിട്ടുക. നോക്കിയിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ട്രേസ് ചെയ്യുക. ട്രേസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മുൻപ് എടുത്ത കലണ്ടറിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഞാൻ അവിടെ എൻഡ് സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ ഈ സ്റ്റിക്കേഴ്സൊക്കെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ അവിടെ ഇവിടെ 2 സ്റ്റിക്കറാണ് മിനിമം ഒട്ടിച്ചിട്ടുള്ളത്. മുകളിലും താഴത്തെ കോർണറിലും ഓപ്പോസിറ്റ് കോർണേഴ്സിലായിട്ട്. ഫസ്റ്റ് പേജിലും വേറെ പേജിലും എങ്ങാണ്ട് 3 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ളൂ. സോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
പേജ് ഒക്കെ റെഡി ആയ സ്ഥിതിക്ക് ഇനി ഇതിനൊരു സ്റ്റാൻഡ് വേണമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൈറൽ രീതിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഈ ഒരു മാസ്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മൂക്കിൻ്റെയൊക്കെ ആ ഭാഗത്ത് വരുന്ന ഈ ഒരു സംഭവമാണ്. അത് അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. കട്ട് ചെയ്യല്ല, മീൻസ് മാസ്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സംഭവം വലിച്ചെടുത്താൽ മതി. ഇനി ഹോൾ ഇട്ട് കൊടുക്കണം, എല്ലാ പേജിനും ഒരുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നതിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൂടെയും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഗ്യാപ്പ് ഇല്ലാണ്ട് ഇത് ചെയ്ത് വരുമ്പോഴേ നമുക്കൊന്നും കൂടെ മറിക്കാനൊക്കെ കഴിയുള്ളൂ. ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാസ്കിൽ നിന്ന് എടുത്ത ആ ഒരു സംഭവം ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പൈറൽ പോലെ ഇതുപോലെ കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇടുമ്പം ഒന്നും കൂടെ ലൂസാക്കിയിട്ട്, ഞാൻ ഇട്ടതിൽ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് ചെയ്തെടുത്താൽ നല്ല ഒന്നും കൂടെ നീറ്റായിട്ട് കിട്ടുമെന്ന് തോന്നി. അപ്പോൾ ഇത് 2 മാസ്കിൻ്റെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കലണ്ടറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഏത് പേജാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.